ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ജനശതാബ്ദിക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് സാധാരണ വരുന്ന ഓട്ടോക്കാരൻ തന്നെയാണ് വന്നത്. എല്ലാവരും കൂടിയിട്ട് ഏകദേശം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എടുക്കാൻ പറ്റിയില്ല, കാരണം മൂപ്പർക്ക് തിരിച്ചിങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ആ ഒരു തിരക്കിൽ പെട്ടെന്ന് കയറിയതാണ്. അതുകൊണ്ട് ഇറങ്ങുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ അനിയത്തി അവരെ ഭക്ഷണം കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തും. അവരെ വീട് ബേബി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ അവരവിടെ നിന്ന് വേഗം എത്തുമല്ലോ. അവർക്ക് നമ്മൾക്കൊരു 3/4 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. ഫുഡൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി ലഗേജൊക്കെ ഇറക്കി. കണ്ട പൂക്കളം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഇട്ട ദിവസം തന്നെയാകുമ്പോൾ ഒരു ഇതുമില്ലാതെ നല്ല പൂക്കളമായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ഒന്നും ആയിട്ടില്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. 1 മണിയാകുമ്പോഴേക്ക് ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം അതിൽ കയറിയിരുന്ന് ഓരോരുത്തരായിട്ട് എന്താ പറയുക ഫുഡൊക്കെ കഴിക്കാമല്ലോ. ഒരു 3/4 മണിക്കൂറോളം ഉണ്ടാവും. 1:45 ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ സാവധാനം നമുക്ക് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഫുഡ് പാക്ക് ചെയ്തെടുത്തത്. പിന്നെ 2 ബോഗിയിലായിട്ട് നമുക്ക് കിട്ടിയത് D14 D15. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയെടുത്തതാണ് കഴിക്കാം. അതാണല്ലോ എളുപ്പം കൊണ്ടുവരാനെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നിക്കിമോൻ ദാൻ്റെ കയ്യിലുണ്ട്, അവിടെ നടന്ന് കളിക്കുകയാണ്. കുട്ടികൾക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ബസ്സിലെ യാത്രേനേക്കാളൊക്കെ എന്തുകൊണ്ട് സുഖം ട്രെയിൻ യാത്രയാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇവിടെ നിന്ന് 1:45 സ്റ്റാർട്ടായി. നല്ല അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. സീറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ അങ്ങോട്ട് എത്തുന്തോറും പിന്നെ നിറയുക. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു ആ ട്രെയിൻ. അങ്ങനെ നമ്മൾ ചേർത്തല സ്റ്റേഷനിലെത്തി. സാധാരണ സ്റ്റേഷനിൽ നമ്മൾ എത്തുമ്പോഴേക്കും അവർ കാറായിട്ട് വരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണമൊക്കെ അല്ലേ, അങ്ങനെ വിചാരിച്ചിരുന്നത്. അതിന് അവളോട് കുറേ ചീത്തയും കേട്ട്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ആദ്യം കുറച്ചാൾ പോയി. പിന്നെ അനിയത്തി എന്തിനോ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് റോയിൻ്റെ ഒരുപാട് മിസ് കോൾ കാണുന്നത്. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ കാറായിട്ട് പുറത്തുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാറിൽ കൊള്ളൂലായിരുന്നു, ഇന്നോവയാണ്. പക്ഷേ എന്നാലും ലഗേജൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുട്ടികളും ആളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഓട്ടോ വിളിക്കേണ്ടി വരും. ഓണായതുകൊണ്ടാണ് പെട്ടെന്ന് ഓട്ടോ കിട്ടാഞ്ഞത്. മറ്റേ അവിടെ എപ്പോഴും ഓട്ടോ ഉണ്ടാവുന്നതാണ്. അങ്ങനെ അതാ വീടെത്തി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ ഇപ്പം കുറച്ച് ഇതായിട്ട് പുല്ലൊക്കെ പോയിട്ടുണ്ട്. മക്കളെ ഇറങ്ങി ഓടുക. അറിഞ്ഞിട്ടില്ല എത്തിയത്. ഒരു 6:30 ആയിട്ടുണ്ടാവും നമ്മൾ എത്തുമ്പോൾ കേട്ടോ ഇവിടെ. അക്ഷുമോൻ വന്നിട്ടുണ്ട്. അമ്മമ്മേനെ ഇറക്കണം. അമ്മയ്ക്ക് ആ ഓട്ടോയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വയ്യായി ആണെങ്കിലും കൂടിയിട്ട് എല്ലാവരും കൂടി ഒരു ജോളി അല്ലേന്ന് വെച്ചിട്ട് പോകുന്നതാണ് അമ്മ. വയ്യപ്പം ശ്വാസം മുട്ടും പിന്നെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയും. അതിൻ്റെ ബാക്കിൽ തന്നെ കാറുകാരും എത്തിയിട്ടുണ്ട്. ജീജാൻ്റെ അടുത്ത് കുറേ ചീത്തയും കേട്ട്. കാരണം നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിക്കേണ്ടേ, അങ്ങോട്ട് വിളിച്ച് കിട്ടാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ചീത്തയും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ഓട്ടോ എന്തായാലും വിളിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ 2ാമത്തെ ഓട്ടോ വിളിക്കാഞ്ഞത് നന്നായി, എന്നാൽ നല്ലോണം കേൾക്കും ചെയ്യുമായിരുന്നു. അങ്ങനെ മക്കളൊക്കെ മേലൊക്കെ കഴുകി ഉഷാറായിട്ട് അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടമാണ് ഇവിടെ വന്നാൽ ഒരുപാട് സ്ഥലം ഓടി നടക്കാനും കളിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് മോനൊക്കെ ഇഷ്ടമാണ്. നിക്കിൻ്റെ പിന്നെ എനിക്കിപ്പോൾ 2ാമത്തെ പ്രാവശ്യം എങ്ങാനോ തോന്നി നിക്കി വരുന്നത്. ഒന്നില്ലാത്തത് കൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുട്ടികളും കൊണ്ട് വരുമ്പോൾ ഇത് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതല്ല. മക്കൾ കുറേ ആയി പറയുന്നു അവൻ വന്നിട്ട് ഈ പ്രാവശ്യം ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മുകളിലെ റൂമിനാണ് അവിടെ ഒരു ലക്കി ഉണ്ട്. ലക്കി
കുട്ടീനെ മുകളിലെ റൂമിലാണ് കൊടുത്തത്. അപ്പോൾ അത് കാണാൻ പോയത് കുട്ടികളെല്ലാവരും കൂടിയിട്ട്. ഭയങ്കര കൊരയാണ് അവൻ. അപ്പോൾ ഇവിടെയാണെങ്കിലും കുട്ടികൾ നല്ല ജോളിയായിട്ട് പാട്ടുപാടി, നിക്കിക്ക് അറിയുന്നത് നിക്കിയും പാടും, പില്ലുവിന് അറിയുന്നത് പില്ലും പാടും, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നന്നായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്, അവൻ നന്നായിട്ട് പാടും. അപ്പോൾ അവന് വേണ്ടി വാങ്ങുന്നതാണ് മൈക്കൊക്കെ. എന്തായാലും കുട്ടികൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. സാധാരണ പോയാൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകും. ഇപ്രാവശ്യം എവിടെയും പോകാനൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല. എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓണം ആഘോഷിക്കാനുള്ള പരിപാടിയൊക്കെ ഇട്ടത്. വന്ന പിറ്റേ ദിവസം ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. മോള് നടന്ന് വരുന്നുണ്ട്. അപ്പം അനിയത്തി പറയുന്നുണ്ട് കേസ് ചിത്ര വരുന്നുണ്ട്, മൈക്കോൾക്ക് കൈമാറുന്നൊക്കെ പറയുന്നുണ്ട് അവളിരുന്നിട്ട്. അവർക്ക് മൈക്ക് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും വേണ്ട. ഇവർക്കും ആകെ അച്ഛനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം നമ്മൾ വരുമ്പോഴാണ് ഇവർക്ക് ഒരാൾ. സാധാരണ ഇവർ അങ്ങോട്ട് വരിക ഓണത്തിന്. അച്ഛൻ്റെ ശ്രാദ്ധം എന്നായതുകൊണ്ട് അങ്ങോട്ട് വരാറാണ്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ശ്രാദ്ധം ആദ്യം കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ എല്ലാവരും കൂടി ഒരു പോക്ക് പോവാൻ. രണ്ടാമത്തെ അനിയത്തിൻ്റെ ഒരു മോനെ ഉണ്ടായിട്ടുള്ളൂ. അവന് മറ്റേ ആൾക്ക് ക്ലാസ് തുടങ്ങി. അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ വേഗം തിരിച്ചു പോയി. എന്തോ ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട്. മോള് അക്ഷയും കൂടി കുറച്ച് പാട്ടൊക്കെ അങ്ങനെ പാടി. ചെറുതാവിടെ ഭയങ്കര കളിയാണ്. അനിയത്തി കിച്ചണിലാണ്. അവൾ ഫുഡിൻ്റെ അന്ന് സദ്യ ആക്കിയത്. സദ്യ ചിക്കൻ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവൾ ആ ഒരു പരിപാടിയിലായിരുന്നു അവൾ. രണ്ടാളും എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഒന്നാമത് നമ്മൾ ബ്രെഡും ചായയൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ട് ഫുഡ് രാത്രി കഴിക്കാൻ ഒരുപാട് വൈകിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം ഒരു വൈകുന്നേരമായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്ത് ഓണം ആഘോഷിച്ചത് അപ്പോഴാണ്. അമ്മയൊക്കെ ഉള്ളതുകൊണ്ടൊരു അതുകൊണ്ടാണ് അമ്മേനെ അങ്ങോട്ട് കൂട്ടാൻ കാരണം. അല്ലെങ്കിൽ അനിയത്തിൻ്റെ അവിടെ നിർത്തുകയുള്ളായിരുന്നു. യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു തിരുവാതിരക്കളിയൊക്കെ അപ്പം സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു 4 ലൈന് പാട്ട് വെച്ചിട്ടൊരു, പിന്നെ കുറച്ചൊരു മ്യൂസിക്കൽ ചെയർ കളിച്ച് മ്യൂസിക്കൽ ചെയറിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ രാജേഷാണ് രണ്ടാമത്തെ അനിയത്തിൻ്റെ ഭർത്താവ് ആദ്യം ഔട്ടായിട്ടോ. പിന്നെ ഓരോരുത്തർ പോയി ലാസ്റ്റ് പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും മാത്രമായി.
നല്ല രസമായിരുന്നു. ഇങ്ങനെ ഇതുവരെ ഒരു ഓണം നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അവർക്ക് പിന്നെ എന്താഘോഷം ഉണ്ടെങ്കിലും അനിയത്തീൻ്റെ അവിടെ എല്ലാവരും കൂടി ആഘോഷിക്കും. ഇപ്രാവശ്യം അവരുടെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരുന്നു, ഷായിച്ചേട്ടൻ. അപ്പം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ റോയ് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമുക്കൊരു വിഷമമായിരുന്നു. നല്ലൊരു പെട്ടെന്ന് മരിച്ചതാണ് മൂപ്പര്. അത് അവസാനം അമ്മയും അച്ഛനും മോളും മാത്രമായി. ഇതിൽ ശരിക്കും ആരാ വിന്നറായതെന്ന് നിങ്ങൾ പറയൂട്ടോ. രണ്ടാളും ഒരുമിച്ചായിരുന്നത്, പക്ഷേ പ്രൈസ് വാങ്ങിയത് എൻ്റെ മോളാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബുധനാഴ്ച തിരിച്ച് വൈകുന്നേരത്തെ എക്സിക്യൂട്ടീവിന് ബുക്ക് ചെയ്തിരുന്നു. പോരാൻ തോന്നുന്നില്ല, എന്നാലും പോരാതിരിക്കാൻ പറ്റൂലല്ലോ, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയില്ലേ. ഇത്രയും ആളും ഇല്ല. അങ്ങനെ തിരിച്ച് പോകുന്നു. നമ്മളിവിടെ ചേർത്തല സ്റ്റേഷനിൽ എത്തിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം സെക്കൻഡിലാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി ഇറങ്ങേണ്ടി വന്നു. പിന്നെന്താ, കാലാവസ്ഥ നല്ലതായിരുന്നു. വെയിലൊക്കെ ആയതുകൊണ്ട് മഴ കിട്ടിയിട്ടേ ഇല്ല ഞങ്ങൾക്ക്. ഒരു ചെന്നൈ എക്സ്പ്രസ് ആണ് ആലപ്പുഴയിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ ശേഷമാണ് മറ്റേ ട്രെയിന് വരിക കേട്ടോ. നല്ല വെയിലാണ്, പ്ലാറ്റ്ഫോമിലൊന്നും ഇരിക്കാൻ കഴിയില്ലായിരുന്നു. അവസാനം കുട നിർത്തി വെച്ചിട്ട് അമ്മയ്ക്ക് നിൽക്കാനും കഴിയില്ല, അങ്ങനെ കുറച്ച് ഇരുത്തിയത്. ആരോ പറഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിന്നോളാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് മാറിയതാണ്. ഈ ട്രെയിന് അവിടെ കുറച്ച് സമയം നിർത്തുള്ളൂ, പക്ഷേ തുറവൂർ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേഷനാണ് തുറവൂർ. അവിടെ ഒരുപാട് സമയം ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയിട്ടു. അങ്ങനെ ഞങ്ങൾ ട്രെയിന് വന്ന് കയറി. റോയൽ ചേച്ചിയൊക്കെ ഡ്രൈവർ ചെയ്യാണ്. അവർക്കൊരു വിഷമം, ഇപ്പോൾ വീട്ടിൽ പോയാൽ ആളൊഴിഞ്ഞാണ്. നമ്മൾ ട്രെയിനിൽ യാത്ര തുടരുകയാണ്. എനിക്കെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് അവിടെ. നല്ലൊരു ജോളി ഇതായിരുന്നു. മോനില്ലാത്തൊരു വിഷമം മാത്രം. 2 മക്കളും ഇല്ലല്ലോ. പക്ഷേ ഈ ട്രെയിനിന് വരുന്നത് ഭയങ്കര ദുരിതമാണ്. വേണ്ടാന്നായിപ്പോയി ഞങ്ങൾക്കിനി ഇല്ല, ഇനി ഇങ്ങനത്തെ പരിപാടിയില്ല. കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലേറ്റ് ആവും എത്താൻ. അപ്പം നമ്മളെ ഇത് വീഡിയോ എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.